ഇരട്ടക്കൊലയുടെ നടുക്കത്തിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഗ്രാമം. കേസിലെ പ്രതി ചെന്താമരയുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പും പോത്തുണ്ടിക്കാർക്ക് നടുക്കത്തിന്റെയും ഭയപ്പാടിന്റെയും നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ഒരു കൂസലുമില്ലാതെ കൃത്യം പോലീസിനോട് വിശദീകരിച്ച ചെന്താമര തന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ രൂക്ഷമായി നോക്കുകയും വകവരുത്തുമെന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. അയൽവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞത്. ചെന്താമര കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരിയിലെ കടയിലടക്കം നാളെ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തെല്ലും കുറ്റബോധമില്ലാതെയാണ് സൈക്കോ ക്രിമിനൽ ചെന്താമര പോലീസിനോട് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇരുപത്തിയേഴിന് വെട്ടുകത്തിയുമായി വീടിന് മുന്നിൽ കാത്തുനിന്ന് ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന സുധാകരനെ വെട്ടിവീഴ്ത്തി. സുധാകരനെ വെട്ടുന്നത് കണ്ട് നിലവിളിച്ചോടിയെത്തിയ അമ്മ ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തി. വെട്ടാൻ ഉപയോഗിച്ച കൊടുവാൾ വീട്ടിൽ ഉപേക്ഷിച്ചു. വീടിന്റെ പിൻവശത്തുകൂടി പാടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഫോണും സിമ്മും പാടത്തുപേക്ഷിച്ചു. ഓവിനുള്ളിൽ എത്ര നേരം കിടന്ന്? ഓവിനുള്ളിൽ കൂടി പോയോ? ഇവിടുന്ന് ദൂരമുണ്ട്. അതായത് മേലെ കൂടെ അല്ലേ കനാല് വെള്ളം പോയി അടിയിൽ കൂടെ പോകാൻ. അതിൽ വെള്ളമല്ലേ ഇപ്പൊ വെള്ളം പോയ സമയത്ത് വെള്ളാശ്രമത്തില്ല. നാട് മുഴുവൻ ചെന്താമരയെ തിരയുമ്പോൾ കൊലപാതകം നടത്തിയ സ്ഥലത്തിന് സമീപത്ത് തന്നെ പ്രതി ഉണ്ടായിരുന്നു. സമീപത്തെ പാടത്തിലെ കനാലിലെ ഓടയിലൂടെ വൈകുന്നേരമാണ് പ്രതി കാടുകയറിയത്. അതിനിടെ ആനയുടെ മുന്നിൽ അകപ്പെട്ടു. ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ചെന്താമര ഗുഹയിലാണ് ഒളിച്ചിരുന്നത്. ഡ്രോൺ നിരീക്ഷണവും പോലീസ് തെരച്ചിലുമെല്ലാം പ്രതി ഇവിടെയിരുന്നും കൃത്യമായി നിരീക്ഷിച്ചു. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് പ്രതിയുമായി പോലീസ് ബോയൻ കോളനിയിലെത്തിയത്. കൊലപാതകം നടന്ന സ്ഥലത്തും ആയുധം സൂക്ഷിച്ച വീട്ടിലും രക്ഷപ്പെട്ട വഴിയിലുമൊക്കെ ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്ത് 400ഓളം പോലീസുകാരുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. സമാധാനപരമായി നടന്ന തെളിവെടുപ്പ് അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയായി. സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാള് സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡന്റുകൾ, അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും, അങ്ങനെ കുറെ കാര്യങ്ങൾ, പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും, പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലവും, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറെ സാക്ഷികളുണ്ടായിരുന്നു, അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കം കൃത്യമായ എല്ലാ തെളിവും ശേഖരിച്ച് അന്വേഷണ സംഘം മുന്നോട്ടു പോകുമ്പോൾ ചെന്താമരപ്പേടിയിലായിരുന്ന ഈ നാടിന് തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസമാണ്. ഇനിയുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും പ്രതിക്ക് വധശിക്ഷയുൾപ്പെടെ ഉറപ്പാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18.